നമസ്കാരം. നാദ് അസ്ട്രോളജി ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. 2025 അവസാനിക്കാറാവുകയാണ്. ഈ വർഷത്തെ അവസാനത്തെ മാസം, അതായത് ഡിസംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ജ്യോതിഷ ഫലം ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാ കൂറുകാർക്കും എല്ലാ ലഗ്നക്കാർക്കും ഇത് പ്രയോജനകരമായിരിക്കും. മുമ്പുള്ള വീഡിയോകളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ജനന ജാതകം കയ്യിലെടുത്ത് വെക്കുക. നിങ്ങളുടെ കൂറ്, നിങ്ങളുടെ ലഗ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഈ വീഡിയോയിൽ എല്ലാ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഭാഗങ്ങൾ നോക്കി 2 ഭാഗവും കാണുക. ഇപ്പോൾ നിങ്ങളുടെ കൂറ് വൃശ്ചികക്കൂറ്, അതേപോലെ തന്നെ ലഗ്നം ചിങ്ങക്കൂറാണെങ്കിൽ, ചിങ്ങം ലഗ്നമാണെങ്കിൽ നിങ്ങൾ വൃശ്ചികക്കൂറിൻ്റെയും കാണുക, ചിങ്ങത്തിൻ്റെയും കാണുക. ഇത് രണ്ടും കോറിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായൊരു മാർഗ്ഗരേഖ ലഭിക്കുന്നതാണ്. ഇത് വലിയ വീഡിയോ ആയതുകൊണ്ട് പലർക്കും സ്ക്രോൾ ചെയ്ത് അവരവരുടെ കൂറ് ലഗ്നത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളതായി പറഞ്ഞു കേട്ടു. ഇത് നിങ്ങൾ വെർട്ടിക്കൽ ഫോമിൽ ഈ മൊബൈൽ പിടിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ അമർത്തിയിട്ട് സ്ക്രോൾ ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് എന്ന് കാണും. അവിടെ നിങ്ങളുടെ കൂറ് ഏതാണ്, ലഗ്നം ഏതാണെന്ന് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ ഭാഗത്തേക്ക് തന്നെ പോകുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ അവസാനത്തെ മാസമായതുകൊണ്ട് നമ്മുടെ നാദ് അസ്ട്രോളജി സ്പിരിച്വാലിറ്റി കുടുംബത്തിലേക്ക് ഒരു കോൺടെസ്റ്റ്, ഒരു ചെറിയൊരു മത്സരം കൊണ്ടുവരികയാണ്. അതെന്താണെന്നുള്ള വിശദ വിവരങ്ങൾ ഓരോ കൂറ് കഴിയുമ്പോഴും ഞാൻ പറയുന്നതാണ്. ദയവായി മുഴുവനും കാണുക. ഇപ്പോൾ നമ്മൾക്ക് ഓരോ കൂറും അല്ലെങ്കിൽ ഓരോ ലഗ്നവും 2025 ഡിസംബറിൽ എങ്ങനെയായിരിക്കും ജ്യോതിഷ ഫലം എന്നത് കാണാം. മേടക്കൂറ് അല്ലെങ്കിൽ മേടം ലഗ്നക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം, ഇതാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. 2025 ഡിസംബറിൽ തുടക്കത്തിൽ നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വ നിങ്ങളുടെ 8ാം ഭാവമായ വൃശ്ചികത്തിലാണ്. വൃശ്ചികം എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. എന്നിരുന്നാലും 8ാം ഭാവത്തിൽ നിങ്ങളുടെ രാശിനാഥൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങളുടെ രാശിനാഥൻ്റെ കൂടെ അവിടെ സൂര്യനും ശുക്രനും നിൽക്കുന്നുണ്ട്. ആ 3 ഗ്രഹങ്ങളും 8ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതായിട്ടല്ല കാണുന്നത്. പക്ഷേ 7-ാം തീയതി നിങ്ങളുടെ രാശിനാഥൻ 7 ഡിസംബറിന് ചൊവ്വ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ലേക്ക് മാറുകയാണ്, ഗോചരം ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. രാശിനാഥൻ ഭാഗ്യസ്ഥാനത്ത്, വേറെന്താ വേണ്ടത്? അതും വ്യാഴൻ്റെ സ്വക്ഷേത്രത്തിൽ. 6-ാം തീയതി വ്യാഴൻ നിങ്ങളുടെ 4-ാം ഭാവമായ കർക്കിടകത്തിൽ നിന്ന് വക്രഗതിയിൽ നിങ്ങളുടെ 3-ാം ഭാവമായ മിഥുനത്തിലേക്ക് വരികയാണ്. അത് കുറച്ച് ചലഞ്ചസ് ആണ്. നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യം, നിങ്ങളുടെ വീട് പണി, അതേപോലെ തന്നെ നിങ്ങളുടെ പുതിയ വാഹനം, ഇതിലൊക്കെ കുറച്ച് കാലതാമസം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിലും 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ 9-ാം ഭാവത്തിൽ ചൊവ്വ വരുന്നതും വ്യാഴൻ്റെ സമസപ്തമമായ ദൃഷ്ടി അവിടെ വീഴുകയാണ്. അത് വളരെയധികം നല്ലതാണ്. ഈ മാസം പകുതിയോടെ 16-ാം തീയതി സൂര്യനും അവിടെ വന്ന് ചേരുന്നതാണ്. 21-ാം തീയതി ശുക്രനും അവിടെ വരുന്നതാണ്. അപ്പോൾ ഈ മാസം തുടക്കത്തിൽ കുറച്ച് ചലഞ്ചസ് കൂടുതലാണെങ്കിലും പോകെ പോകെ വളരെയധികം നല്ലതാണ്. ചലഞ്ചസ് എല്ലാം പോകുമെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ 7.5 ശനി നടക്കുകയാണ്. 12-ാം ഭാവത്തിൽ ശനിയുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഫേസാണ്. അപ്പോൾ ആരോഗ്യത്തിലും കർമ്മരംഗത്തുമുള്ള ചലഞ്ചസ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങൾ വളരെയധികം അനുകൂലമാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കർമ്മരംഗത്ത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവാണ്. ഈ മാസം പകുതിക്ക് ശേഷം സൂര്യൻ 9-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പേ തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സൈൻസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നതാണ്. പകുതിക്ക് ശേഷം വളരെയധികം നല്ലതാവുന്നതാണ്. നിങ്ങളുടെ ബോസ് നിങ്ങളുടെ ഐഡിയാസൊക്കെ അംഗീകരിക്കുകയും നിങ്ങളുടെ ടീം അംഗങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് നടക്കുന്നതാണ്. അതേപോലെ തന്നെ ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കർമ്മരംഗത്ത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം
നല്ലതിന് മാത്രമായിട്ടേ വരികയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് ഈ മാസം ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അത് ഈ മാസം പകുതിയോടെയും പിന്നെ അവസാനത്തോടെയും വളരെയധികം നല്ലതിലേക്ക് മാറുകയാണ്. വിദേശത്ത് നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണെങ്കിൽ ഈ മാസം നോക്കാവുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കാനാണെങ്കിലും ലോൺ എടുത്ത് എന്തെങ്കിലും കോഴ്സ് ചെയ്യാനാണെങ്കിലും ഈ മാസം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ പുതിയ വീട് വയ്ക്കാനും അല്ലെങ്കിൽ പുതിയ വാഹനം മേടിക്കാനൊക്കെ കുറച്ച് കാലതാമസം വരുന്നതാണ്. വ്യാഴം നിങ്ങളുടെ 3ാമത്തെ ഭാവത്തിലേക്ക് തിരിച്ചു വരികയാണ് 6-ാം തീയതി. പക്ഷേ നിങ്ങളുടെ 7, 9, 11 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി വരുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്വസ്ഥത കൈവരുന്നതാണ് ആ രംഗത്ത്. അതേപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടും നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. രാഹു 11ാം ഭാവത്തിലാണ്. ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ലാഭങ്ങൾ വരുന്നതാണ്. കേതു 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് മനലാഞ്ചന ഉണ്ടാവെങ്കിലും കുറച്ച് മനസ്താപം ഉണ്ടായെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏഴര ശനിയുടെ ചലഞ്ചസ് നിൽക്കുകയും വ്യാഴം 4 നിന്ന് 3ലേക്ക് വരുന്നത് ചലഞ്ചസ് ആണെങ്കിലും നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വയും സൂര്യനും ശുക്രനും അവസാനത്തെ ദിവസം അതായത് 30-ാം തീയതി ബുധനും നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് വരികയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ഒരു 50-60% ആനുകൂല്യമാണ് മേടക്കൂറുകാർക്ക് അല്ലെങ്കിൽ മേടം ലഗ്നക്കാർക്ക് കാണുന്നത്. ഈ വർഷം നിങ്ങളൊന്ന് സുഖമായിട്ട് ഒന്ന് കടിച്ച് പിടിച്ച് ലോലായി ചെയ്തു കഴിഞ്ഞാൽ അടുത്ത മാസം എല്ലാ ഗ്രഹങ്ങളും 9ാം ഭാവത്തിൽ തന്നെ തുടങ്ങും. അത് നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യം കൊണ്ടുവരുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന് ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനന ജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. ഇടവക്കൂറ് അല്ലെങ്കിൽ ഇടവം ലഗ്നക്കാർക്ക് 2025 ഡിസംബർ എങ്ങനെയാണെന്ന് നോക്കാം. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണിയുടെ എല്ലാ പാദങ്ങളും, മകേരത്തിൻ്റെ 1, 2 പാദങ്ങൾ. ഇതാണ് ഇടവം കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇടവക്കൂറിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ഈ മാസം തുടങ്ങുമ്പോൾ ശുക്രൻ നിങ്ങളുടെ 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, വൃശ്ചികത്തിലാണ്. 21-ാം തീയതിയോടുകൂടി ശുക്രൻ നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അതത്ര നല്ലതല്ല. പക്ഷേ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുള്ള ആനുകൂല്യങ്ങളായാലും നിങ്ങളുടെ ബിസിനസ് പങ്കാളിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളായാലും എല്ലാം വളരെ നല്ലതാണ്. ഈ മാസം വേറെ ഒരു വളരെ നല്ലൊരു കാര്യം ഇടവക്കൂറുകാർക്ക് നടക്കുന്നത്, വ്യാഴം നിങ്ങളുടെ 3ാം ഭാവമായ കർക്കിടകത്തിൽ നിന്ന് 2ാം ഭാവമായ മിഥുനത്തിലേക്ക് ഗോചരം ചെയ്യുകയാണ് വക്രഗതിയിൽ. 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനാണോ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനാണോ നല്ലത്? 2ാം ഭാവത്തിൽ തന്നെ അത്യുത്തമം. വീട്, പണം അല്ലെങ്കിൽ കുടുംബം, പണം, വാക്ക് സ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്യുത്തമമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പണവരം ഉണ്ടാവും, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ ഏറ്റവും നല്ലതായിട്ടായിരിക്കും ഭവിക്കുന്നത്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടാവും. ക്ഷേത്രങ്ങളിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. കുടുംബത്തിനൊപ്പമുള്ള വെക്കേഷൻസ് നിങ്ങൾക്ക് ഈ മാസം കൈകൂടി വരുന്നതാണ്.
കർമ്മരംഗത്ത് നോക്കുകയാണെങ്കിൽ ഈ മാസം പകുതി വരെ സൂര്യൻ 7ാമത്തെ ഭാവത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം 8ാമത്തെ ഭാവത്തിലേക്ക് പോവുകയാണ്. അവിടെ ശുക്രൻ്റെ കൂടെ ചേരുകയാണ്. പകുതിക്ക് ശേഷം അത്ര നല്ലതല്ല, ചലഞ്ചസ് ഉണ്ടാവാം. ഒരു മൗഢ്യം വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ബോസ് നിങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണോ, മൈക്രോ മാനേജ് ചെയ്യുകയാണോ, ഇതൊക്കെ ഉള്ള ആശങ്കകൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ടീം അംഗങ്ങൾ നിങ്ങളെക്കുറിച്ച് അവരവരിൽ തന്നെ കുറ്റം പറയുകയാണോ, ബിഹൈൻഡ് ദ ബാക്ക് എന്ന് പറയും, അതായത് പുറംതിരിഞ്ഞ് നിന്ന് നിങ്ങൾ മുന്നിൽ ചിരിക്കുകയും പുറംതിരിഞ്ഞ് കുറ്റം പറയുകയുമാണോ എന്നുള്ള ആശങ്കകൾ നിങ്ങൾക്ക് ഈ മാസം പകുതിക്ക് ശേഷം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൂടുതൽ പൊളിറ്റിക്സിലൊന്നും ഇടപെടാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ സഞ്ചരിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം തുടക്കത്തിൽ ബുധൻ 6ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 7ാം ഭാവത്തിലേക്ക് മാറുകയാണ്. വിദേശത്ത് നിന്നുള്ള എന്തെങ്കിലും ആനുകൂല്യം വരാനുണ്ടെങ്കിൽ ഈ മാസത്തിന് തുടക്കത്തിൽ തന്നെ വരേണ്ടതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഉദ്യമത്തിൽ പെട്ടെന്ന് ഇറങ്ങി നിങ്ങളുടെ എഫേർട്സ് 100% മുകളിൽ ഇടേണ്ടതാണ്. കമ്പൈൻ സ്റ്റഡി, അതേപോലെ തന്നെ പഴയ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ആനുകൂല്യം, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ശനി 11ാം ഭാവത്തിലാണ്, രാഹു 10ാം ഭാവത്തിലാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കർമ്മരംഗത്ത് വരാവുന്നതാണ്. ഈ മാസം പകുതി വരെ അത് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഈ മാസത്തിൻ്റെ പകുതി ശേഷം ഒരു 4 ഗ്രഹങ്ങൾ നിങ്ങളുടെ 8ാം ഭാവത്തിൽ വരുന്നതാണ്. അത് ചലഞ്ചസ് ആണ്. ഇടവം കൂറുകാർക്ക്, ഇടവം ലഗ്നക്കാർക്ക് ഈ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. ഈ മാസം പകുതിയോടെ കുറച്ച് ചലഞ്ചസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വ്യാഴം നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയാണ് സമസപ്തമമായിട്ട്. അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി 6ാം ഭാവത്തിൽ വീഴുന്നതിനാൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യമാണ്. അതേപോലെ തന്നെ കർമ്മരംഗത്ത് നിങ്ങളുടെ 10ാം ഭാവത്തിലേക്കും ദൃഷ്ടി വരുന്നത്, രാഹുവിൻ്റെ മുകളിൽ ദൃഷ്ടി വരുന്നത് നല്ലതാണ്. 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബം, അതേപോലെ തന്നെ അമ്മ, ഇവരെക്കുറിച്ചുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ് കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ വാഹനം ഞാൻ ഇപ്പോൾ മാറണോ, വീട് ഇപ്പം മാറണോ, പുതുക്കി പണിയണോ, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ കുറയ്ക്കുക, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ പകുതി വരെ നല്ലതാണ്, പകുതിക്ക് ശേഷം ചലഞ്ചസ് കൂടുതലാണ്. പക്ഷേ വ്യാഴം നല്ല രീതിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ആനുകൂല്യമാണ്. ഒരു 50-60% നിങ്ങൾക്ക് ഈ മാസം പോസിറ്റീവായി തന്നെ നടക്കുകയാണ് ഇടവക്കൂറുകാർക്ക് അല്ലെങ്കിൽ ഇടവം ലഗ്നക്കാർക്ക്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനനജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. മിഥുനം ലഗ്നം, മിഥുന കൂറുകാർക്ക് 2025 ഡിസംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മകേരത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിരയുടെ എല്ലാ പാദങ്ങളും, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ അടങ്ങിയതാണ് മിഥുനം രാശി, മിഥുനക്കൂറ്. മിഥുനക്കൂറിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ ഈ മാസത്തിൻ്റെ തുടക്കം നിങ്ങളുടെ പൂർവ്വ പുണ്യസ്ഥാനമായ 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 7ാം തീയതി ആകുമ്പോൾ 8ാം തീയതി ആകുമ്പോൾ ബുധൻ നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് പോവുകയാണ്. ഋണുരോഗസ്ഥാനമായ, മറവ് സ്ഥാനമായ 6ാം ഭാവത്തിലേക്ക് മാറുകയാണ്, ഗോചരം ചെയ്യുകയാണ്. അത് അത്ര നല്ലതല്ല.
ആറാം ഭാവത്തിലേക്ക് മാറുന്നത്. ആറാം ഭാവത്തിൽ ആ സമയത്ത് ബുധൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് സൂര്യൻ, ചൊവ്വ എന്നിവരും ശുക്രൻ്റെ കൂടെ തന്നെ അവിടെ നിൽപ്പുണ്ട്. ചൊവ്വ 7-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അത് കുറച്ച് ഒരു റിലീഫ് നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് കൊണ്ടുവരുമെങ്കിലും കുടുംബത്തിൽ സ്വസ്ഥത കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ഇരുന്നാലും വ്യാഴം നിങ്ങളുടെ 2-ാം ഭാവമായ കർക്കിടകത്തിൽ നിന്ന് നിങ്ങളുടെ രാശിയിലേക്ക് വരികയാണ്. വക്രഗതിയിൽ വരുന്ന ഈ 6-ാം തീയതി ആകുമ്പോൾ മിഥുനത്തിൽ തന്നെ പ്രവേശിക്കും. അത് നിങ്ങൾക്ക് ഗുണകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം മോശമല്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. 2-ാം ഭാവമായ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ഉച്ചനായി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരികയാണ്. നിങ്ങൾക്ക് അലച്ചിലുകൾ കൂടാനുള്ള സാധ്യതകൾ ഏറ്റവും ഭംഗിയായിട്ട് കൈവന്ന് കൂടുകയാണ്. അലച്ചിലുകൾ ഈ സമയം നല്ലതിനാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ബാക്കിയുള്ള ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആനുകൂല്യമായിട്ടല്ല നിൽക്കുന്നത്. ഈ മാസം പകുതിയോടെ സൂര്യൻ 6-ാം ഭാവത്തിൽ നിന്ന് 7-ാം ഭാവത്തിലേക്ക് വരികയും 21-ാം തീയതിയോടെ ശുക്രൻ അവിടെ നിന്ന് 6-ാം ഭാവത്തിൽ നിന്നുള്ള ശുക്രൻ 7-ാം ഭാവത്തിലേക്ക് വരികയും ധനുവിലേക്ക് വരികയാണ്. ഇവരൊക്കെ ഈ മാസം അവസാനത്തോടെ നിങ്ങളുടെ രാശിനാഥൻ 30-ാം തീയതി 6-ാം ഭാവത്തിൽ നിന്ന് 7-ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ വരുന്നത് 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിനേക്കാളും ഈ ഗ്രഹങ്ങൾ വളരെയധികം നല്ലത് തന്നെയാണ്. പക്ഷേ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള സ്വരച്ചേർച്ചകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. ചൊവ്വയായാലും സൂര്യനായാലും, ചൊവ്വ ഞാൻ പറഞ്ഞു 7-ാം തീയതി നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്ക് വരികയാണ്. 16-ാം തീയതി സൂര്യൻ വരികയാണ്. രണ്ടുപേരും വളരെയധികം ചൂടുള്ള ഗ്രഹങ്ങളാണ്. നിങ്ങളുടെ 7-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ സ്വരച്ചേർച്ചകൾ വരാനുള്ള സാധ്യതകൾ, നിങ്ങളുടെ ബിസിനസ് പങ്കാളിയുമായിട്ടും കശപിശകൾ സ്വരച്ചേർച്ചകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ വളരെയധികം കുറയ്ക്കേണ്ടതാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ദേഷ്യം കൺട്രോൾ ചെയ്യാവുന്നതാണ്. കർമ്മരംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 6-ാം ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സൂര്യൻ. ഈ മാസം പകുതി വരെ നിൽക്കുകയാണ്. അത് അത്ര നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല. 7-ാം ഭാവത്തിൽ വരുന്നത് കുറച്ച് ആനുകൂല്യം തന്നെയാണ്. പക്ഷേ അലച്ചിലുകൾ കൂടും. വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് വരികയാണ്. അലച്ചിലുകൾ കൂടും. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണകരമാവുമെങ്കിലും ഇപ്പോൾ അത്ര ഗുണകരമാകുമെന്ന് പറയാൻ സാധിക്കില്ല. വിദ്യാർത്ഥികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം ചലഞ്ചസ് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും നന്നായി പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾ 200% എഫേർട്സ് ഇട്ടാൽ 100% ഫലം ലഭിക്കുന്നതാണ്. പക്ഷേ വിദേശത്ത് പോയി പഠിക്കാനുള്ള ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ഈ സമയം നല്ല വാർത്തകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോൺ ലഭിക്കാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ പുറത്തു പോയി പഠിക്കാനുള്ള ലോൺ ലഭിക്കാനാണെങ്കിലും വേറെ ഏതെങ്കിലും ലോൺ എടുത്ത് കാര്യങ്ങൾ സാധിക്കാനാണോ, വീട് വെക്കാൻ അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാൻ ഒരു ലോൺ വേണം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ലോണൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആരോഗ്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ചൂട് കാരണമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, അതേപോലെ തന്നെ തലവേദന, വേർപ്പ് കാരണമായിട്ടുള്ളത്, ദഹനക്കേട്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ മാസം വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ഭക്ഷണക്രമമൊക്കെ ഒന്ന് നന്നാക്കി അധികം ചൂട് പകരുന്ന കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേതു 3-ാം ഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. വളരെയധികം ആനുകൂല്യം അവിടെ നിന്ന് നിങ്ങൾക്ക് വരുന്നതാണ്. ശനിയും രാഹുവും 9, 10 എന്നുള്ള ഭാവങ്ങളിൽ നിൽക്കുന്നതും നിങ്ങൾക്ക് അത്ര അധികം ബുദ്ധിമുട്ടില്ല. ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് അവിചാരിതമായി ഭാഗ്യം വന്നു ചേരാനുള്ള സാധ്യതകളുമുണ്ട്. ശനി കുറച്ച് കർമ്മരംഗത്ത് കുറച്ച് ഡിലേസ് കൊണ്ടുവരുമെങ്കിലും പ്രശ്നങ്ങളില്ലാതെ ശനിയുടെ അത്ര ഒരു എഫക്റ്റ് ഇല്ലാതെ പോകും. മൊത്തത്തിൽ ഈ മാസം മിഥുന കൂറുകാർക്ക്, മിഥുന ലഗ്നക്കാർക്ക് ചലഞ്ചസ് ഉള്ള ഒരു മാസമാണ്. 60-70% ചലഞ്ചസ് തന്നെയാണ് കാണുന്നത്.
നിങ്ങളുടെ രാശിനാഥൻ ഉൾപ്പെടെ പല ഗ്രഹങ്ങളും 4 ഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 4 ഗ്രഹങ്ങൾ ഈ മാസം ഓൾമോസ്റ്റ് മുഴുവനും നിങ്ങളുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നതും 7ാം ഭാവത്തിലേക്ക് ഈ മാസം പകുതിയോടെ പല ഗ്രഹങ്ങളും വരുന്നതും നിങ്ങൾക്ക് അത്ര ആനുകൂല്യമായി നടക്കുന്നില്ല. വ്യാഴം 2ൽ നിന്ന് 1ാം ഭാവത്തിലേക്ക് വരുന്നത് അലച്ചിലുകൾ കൂട്ടും. ആരോഗ്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡിസംബർ 2025 നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കടക്കാവുന്നതാണ്. ഈ ഗ്രഹങ്ങളൊക്കെ ജനുവരി ആകുമ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിൽ നിന്ന് 8ലേക്കും അത് കഴിഞ്ഞ് 9ലേക്കും മാറുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭാഗ്യം വന്നു ചേരുന്നതാണ്. ജനുവരി ഫെബ്രുവരി 2026 ആകുമ്പോൾ ബാക്കിയുള്ള നിങ്ങൾ ചലഞ്ചസ് കൃത്യമായിട്ട് ഒന്ന് ആരോഗ്യമൊക്കെ നോക്കി മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ദേഷ്യമൊക്കെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന് ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനനജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. കർക്കിടക കൂറ് അല്ലെങ്കിൽ കർക്കിടക ലഗ്നക്കാർക്ക് 2025 ഡിസംബർ എങ്ങനെയാണെന്ന് നോക്കാം. പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും അടങ്ങിയതാണ് കർക്കിടകക്കൂറ്. നിങ്ങളുടെ രാശിനാഥൻ ചന്ദ്രനാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ച് ഗോചരം ചെയ്യുകയാണ്. അത് കാരണം 2.5 ദിവസം കൊണ്ട് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറും. ഇത് കാരണം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും ചന്ദ്രനിൽ നിന്നുള്ള ഫലങ്ങൾ വരിക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാവത്തിലും ചന്ദ്രൻ 2.5 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഭാവത്തിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഫലങ്ങളായിരിക്കും ലഭിക്കുക. അത് കാരണം ചന്ദ്രനിൽ നിന്നുള്ള ഫലങ്ങൾ നിങ്ങൾ അധികം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 2025 ഡിസംബറിലുള്ള മാക്സിമം ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് വ്യാഴൻ്റെ ഗോചരത്തിലാണ്. 6ാം തീയതി വ്യാഴൻ നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ നിന്ന് നിങ്ങളുടെ 12ാം ഭാവമായ മിഥുനത്തിലേക്ക് മാറും വക്രഗതി. അത് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെയാണത് നോക്കിക്കാണുന്നത് എന്നതിനെ അപേക്ഷിച്ചായിരിക്കും. ഈ കാലഘട്ടത്തിൽ 6ാം തീയതി വരെ നിങ്ങൾക്ക് അലച്ചിലുകൾ കൂടിയിട്ടുണ്ടാവാം. അത് 6ാം തീയതി വരെ കണ്ടിന്യൂ ചെയ്യും. അലച്ചിലുകൾ വളരെയധികം നിങ്ങളെ അലട്ടിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഈ അലച്ചിലുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. നിങ്ങളുടെ കർമ്മരംഗത്ത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു സൽക്കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിലുകൾ, ഒരു കല്യാണമായിരുന്നിരിക്കാം, അതിനു വേണ്ടിയുള്ള അലച്ചിലായിരിക്കാം. പക്ഷേ അലച്ചിലുകൾ നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാവും. പക്ഷേ അതേപോലെ തന്നെ ഗുണഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുതലായിരുന്നു, നിങ്ങളുടെ പേഴ്സണാലിറ്റി എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു, നിങ്ങളുടെ റെസ്പെക്റ്റ് ഈ സൊസൈറ്റിയിലും നിങ്ങളുടെ കുടുംബത്തിലും കൂടുതലായിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ നല്ല വശങ്ങളാണ്. 12ാം ഭാവത്തിലേക്ക് വ്യാഴൻ 6ാം തീയതി മാറിക്കഴിഞ്ഞാൽ അത് ഈ ഗുണങ്ങളൊക്കെ റിമൂവ് ചെയ്യും. 12ാം ഭാവം എന്ന് പറയുന്നത് മറവ് സ്ഥാനമാണ്, അത് വിരയസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെലവുകൾ കൂടും. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വിദേശത്ത് ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശത്ത് ജോലി ലഭിക്കാനും വിസ പെട്ടെന്ന് അപ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് സ്റ്റേ ചെയ്യാനായിട്ടുള്ള PR അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് എന്നിവ ലഭിക്കാനുമുള്ള സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് വരികയും, നിങ്ങൾ വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ അത് ഇങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ അപേക്ഷിച്ചാണെന്ന്. പക്ഷേ നിങ്ങൾ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രണം ലഭിക്കാതെ കൂടാനുള്ള സാധ്യതകളുണ്ട്. വരവും ചെലവും ഒരുപോലെ ആയിരിക്കും. എവിടെയാണ് ചെലവ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അത് നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ ചെലവുകൾ നിങ്ങൾ ശുഭ ചെലവുകളായിട്ട് മാറ്റുക. അതായത് നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവുകൾ വഴിതിരിച്ചു വിടുക.
കുടുംബത്തിൽ ഒരു മംഗളകർമ്മം, എന്തെങ്കിലും പൂജകൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിറന്നാൾ ആഘോഷം, അതേപോലെ തന്നെ എന്തെങ്കിലും മംഗളകാര്യങ്ങൾക്കുള്ള യാത്രകൾ, കുടുംബവുമൊത്ത് എന്തെങ്കിലും തീർത്ഥയാത്രയ്ക്ക് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുഭ ചെലവുകളായിട്ട് അത് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക? എന്തെങ്കിലും നെഗറ്റീവ് ചിലവ് വരാനുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡോക്ടർക്ക് കൊടുക്കാനാണ് അല്ലെങ്കിൽ ആശുപത്രിക്ക് കൊടുക്കാനുള്ള ചിലവുകൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതൊരു ഡെപ്പോസിറ്റ് പോലെ കിടക്കുകയും ചെയ്യും. അതാണ് ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ചലഞ്ചസ് ആയിട്ട് വരാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസം തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ 5ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും അതേപോലെ തന്നെ ശുക്രനും നിൽക്കുന്നുണ്ട്. 7-ാം തീയതി ആവുമ്പോൾ ചൊവ്വ നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് മാറും. അതത്ര നല്ലതല്ല. 16-ാം തീയതി സൂര്യനും 21-ാം തീയതി ശുക്രനും നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് തന്നെ മാറും. ഇത് നിങ്ങളുടെ കർമ്മരംഗത്ത് കുറച്ച് മന്ദത കൊണ്ടുവരികയും ആരോഗ്യം കുറച്ച് ക്ഷയിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ദഹനക്കേട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലിവർ, അതേപോലെ തന്നെ തലവേദന, മൈഗ്രെയിൻ, ഇതുപോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചൂട് നിയന്ത്രണാതീതമായി വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡയറ്റിംഗ്, വ്യായാമം, അതുപോലെ തന്നെ യോഗ, എക്സസൈസ്, ഇത് നിങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയം നിങ്ങൾ ലോണിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് ലോണിനാണ് ഏറ്റവും പെട്ടെന്ന് ഈ മാസം അപ്രൂവ് ചെയ്ത് കിട്ടാൻ സാധ്യത. ബുധൻ നിങ്ങളുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ മാസം തുടക്കത്തിൽ തന്നെ 5ാം ഭാവത്തിലേക്ക് മാറുന്നതും ഈ 30-ാം തീയതി വരെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ പൂർവ്വ പുണ്യത്തിൽ നിന്നും നിങ്ങളുടെ പിതൃക്കളിൽ നിന്നായാലും നിങ്ങളുടെ മുജ്ജന്മ സുകൃതത്തിൽ നിന്നായാലും ഉള്ള ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്സൊക്കെ ലഭിച്ച് നല്ല ഒരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നിങ്ങൾ ഈ സമയം മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ 2ാം ഭാവത്തിൽ കേതു നിൽക്കുകയാണ്. അപ്പോൾ കുടുംബത്തിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ്, പണവരവിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓൾറെഡി പറഞ്ഞു, വ്യാഴൻ 12-ൽ നിന്ന് ചെലവുകൾ കൂട്ടുന്നുണ്ട്. ആ സമയം എനിക്ക് വരവ് വരുന്നുണ്ടോ, കാശ് വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് മനപ്രയാസം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ശനി 9-ലും രാഹു 8-ലുമാണ്. അത് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകം കൂറുകാർക്ക് അല്ലെങ്കിൽ കർക്കിടകം ലഗ്നക്കാർക്ക് ചലഞ്ചസ് കൂടിയതായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഈ മാസം പകുതിയോടുകൂടി പല ഗ്രഹങ്ങളും നിങ്ങളുടെ 6ാം ഭാവത്തിൽ വരുന്നത് അത്ര സുഖകരമല്ല. എന്നിരുന്നാലും വിദേശത്ത് പോയി പഠിക്കാനാണെങ്കിലും വിദേശത്ത് പോയിട്ടുള്ള ജോലി സമ്പാദിക്കാനാണെങ്കിലും വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിലും ഈ മാസം നല്ലതാണ്. കുറച്ച് ലൈ ലോ ചെയ്യുക, വ്യായാമം, ഡയറ്റ്, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസം സുഗമമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനന ജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. ചിങ്ങക്കൂറ് അല്ലെങ്കിൽ ചിങ്ങം ലഗ്നക്കാർക്ക് 2025 ഡിസംബർ എങ്ങനെയാണെന്ന് നോക്കാം. മകം പിറന്ന മംഗമാരും പൂരം പിറന്ന പുരുഷന്മാരും ഉത്രം 1-ാം പാദത്തിൽ പിറന്നവരുമാണ് ചിങ്ങക്കൂറിലുള്ളത്. നിങ്ങളുടെ രാശിനാഥൻ സൂര്യൻ ഈ മാസത്തിൻ്റെ പകുതി വരെ നിങ്ങളുടെ 4-ാം ഭാവത്തിലും 16-ാം തീയതി നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. ഇത് അത്യുത്തമമാണ്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നിങ്ങൾക്ക് വീട്, വാഹനം,
അമ്മ എന്നിവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൊണ്ടുവരികയും പകുതിക്ക് ശേഷം, മാസത്തിൻ്റെ പകുതിക്ക് ശേഷം 5ാം ഭാവമായ പൂർവ്വ പുണ്യത്തിലേക്ക് പോകുമ്പോൾ പിതൃക്കളിൽ നിന്നുള്ള ആനുകൂല്യം, നിങ്ങളുടെ മുജ്ജന്മ സുഹൃതം എന്നിവയിൽ നിന്നുള്ള ശുഭഫലങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇത് കാരണം നിങ്ങളുടെ കർമ്മരംഗത്തായാലും നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതത്തിലായാലും ഉള്ള നല്ല കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലാഭം, അതേപോലെ തന്നെ നിങ്ങളുടെ സൊസൈറ്റിയിലും നിങ്ങളുടെ കുടുംബത്തിലും ഉള്ള നിങ്ങളുടെ റെസ്പെക്റ്റ് എന്നിവ വളരെയധികം കൂടുന്നതാണ്. വേറെ ഒരു നല്ല കാര്യം സംഭവിക്കുന്നത്, വ്യാഴൻ നിങ്ങളുടെ 12ാം ഭാവത്തിൽ നിന്ന് 6-ാം തീയതി നിങ്ങളുടെ 11ാം ഭാവമായ മിഥുനത്തിലേക്ക് വക്രഗതിയിൽ വരികയാണ്. വ്യാഴൻ ലാഭസ്ഥാനത്തേക്ക് വരികയും നിങ്ങളുടെ രാശിനാഥൻ 4-ലും 5-ലുമായി നിൽക്കുന്നതും ഒരുമിച്ച് വരുന്നത് വളരെയധികം നല്ലതാണ്. ചൊവ്വ ഈ മാസം 7-ാം തീയതി വരെ നിങ്ങളുടെ 4-ാം ഭാവത്തിലും അതിനുശേഷം 5-ാം ഭാവത്തിലുമാണ്. അതും നിങ്ങൾക്ക് നല്ലതാണ്. ശത്രുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ കർമ്മങ്ങളും എല്ലാം നല്ല രീതിയിൽ വരുന്നതാണ്. ശുക്രൻ അതേപോലെ തന്നെ 21-ാം തീയതി വരെ നിങ്ങളുടെ 4-ാം ഭാവത്തിലും അതിനുശേഷം സൂര്യനും ചൊവ്വയ്ക്കുമൊപ്പം 5-ാം ഭാവത്തിലേക്ക് മാറും. അതും നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. വിദ്യാർത്ഥികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ തുടക്കം 8-ാം തീയതി വരെ ബുധൻ നിങ്ങളുടെ 3-ാം ഭാവത്തിലായിരിക്കുകയും അതിനുശേഷം 30-ാം തീയതി വരെ നിങ്ങളുടെ 4-ാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് കാരണം നിങ്ങൾക്ക് മാക്സിമം ആനുകൂല്യം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് പഠിക്കുകയാണെങ്കിൽ, നാട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് വരുന്നതാണ്. ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കാൻ, പുതിയ റിനോവേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ വാഹനം വാങ്ങി പുതിയ മോഡലിലുള്ളത് മേടിക്കാൻ എന്നിവ പ്രാപ്തി വരുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലക്ഷറി കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. കേതു നിങ്ങളുടെ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് മാത്രമാണ് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. അതുമാത്രമല്ല, അഷ്ടമത്തിൽ ശനിയും നിൽക്കുന്നുണ്ട്. അത് ആരോഗ്യപരമായിട്ടും മനസ്സുപരമായിട്ടും കുറച്ച് ചലഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഇത് രണ്ടും മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാവുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അധികം ആനുകൂല്യം തന്നെയാണ്. രാശിനാഥനും ചൊവ്വയും ശുക്രനുമൊക്കെ വളരെ അധികം നല്ല പൊസിഷനിൽ നിൽക്കുന്നത്. ചിങ്ങം രാശി, ചിങ്ങം കൂറുകാർക്ക് ഈ മാസം ഒരു 70-75% നല്ല കാര്യങ്ങൾ മാത്രം നടക്കുന്നതാണ് കാണുന്നത്. ആരോഗ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒന്ന് കുറയ്ക്കാവുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ ഒന്ന് സന്ദർശിക്കുക, തീർത്ഥാടനത്തൊക്കെ ഒന്ന് പോയിട്ട് വരിക, കുടുംബവുമായിട്ടൊന്ന് പോയിട്ട് വരിക. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറുമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ, ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ഉള്ള സ്വരച്ചേർച്ചകൾ കുറച്ചൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. ഈഗോ വേണ്ട. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം വളരെയധികം നന്നായിട്ട് ലാഭകരമായിട്ട് ഭാഗ്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. 2026 അങ്ങനെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് 2026 നിങ്ങൾക്ക് നന്നായിട്ട് തുടങ്ങാവുന്നതുമാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനന ജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. കന്നിക്കൂറ് അല്ലെങ്കിൽ കന്നി ലഗ്നക്കാർക്ക് 2025 ഡിസംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം എല്ലാ പാദങ്ങളും, ചിത്രയുടെ 1, 2 പാദങ്ങൾ
എന്നിവയാണ് കന്നിക്കൂറിൽ വരുന്നത്. കന്നിയുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ ഈ മാസത്തിൻ്റെ 8-ാം തീയതി വരെ നിങ്ങളുടെ 2-ാം ഭാവത്തിലായിരിക്കും. അത് കഴിഞ്ഞ് ഈ ഡിസംബർ 30-ാം തീയതി വരെ കന്നിയുടെ 3-ാം ഭാവത്തിലേക്ക് മാറും, ഗോചരം ചെയ്യും. അത് അത്ര നല്ലതല്ല. 2-ാം ഭാവത്തിലിരിക്കുന്ന ബുധൻ നല്ലതാണെങ്കിലും 8-ാം തീയതിക്ക് ശേഷം ഈ മാസത്തിൻ്റെ അവസാനം വരെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ധൈര്യവീര്യ സ്ഥാനമായ 3-ാം സ്ഥാനം ഒരു അർദ്ധമറവ് സ്ഥാനമായിട്ടാണ് കാണുന്നത്, പകുതി മറവ് സ്ഥാനമാണ്. അത് കാരണം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ കുറച്ച് കുറയാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവായിട്ട് തോന്നാം. അതേപോലെ തന്നെ നിങ്ങൾ സൊസൈറ്റിയിലോ നിങ്ങളുടെ കുടുംബത്തിലോ റെസ്പെക്റ്റ് കുറയുന്നതായിട്ടൊക്കെ തോന്നാം. ഇതൊക്കെയാണ് ഈ മാസം നിങ്ങളുടെ രാശിനാഥനിൽ നിന്ന് വരാനുള്ള സാധ്യതകൾ. ബാക്കി ഗ്രഹങ്ങളെ നോക്കുമ്പോഴും അത്ര ഒരു അല്ലാതെ ഉള്ള പൊസിഷനായിട്ടാണ് കാണുന്നത് ഈ മാസം പകുതി വരെ. അറ്റ്ലീസ്റ്റ് സൂര്യൻ, ചൊവ്വ, അതേപോലെ തന്നെ ശുക്രൻ എന്നിവർ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ചൊവ്വ 7-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് മാറുന്നു. അത് നല്ലതാണ്. പുതിയ വീട്, വാഹനം എന്നിവ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കുകയോ പുതിയ വാഹനം മാറ്റി മേടിക്കുകയോ ചെയ്യുന്നത് ഈ സമയം നടക്കാവുന്നതാണ്. അത് നിങ്ങളൊന്ന് ശ്രമിക്കുക. 7-ാം തീയതിക്ക് ശേഷം 16-ാം തീയതി സൂര്യൻ നിങ്ങളുടെ 4-ാം ഭാവത്തേക്ക് മാറുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ 21-ാം തീയതി ശുക്രനും അവിടെ വന്നു ചേരും, അത് നല്ലതാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ മാസം പകുതി വരെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ബുധൻ നിങ്ങളുടെ രാശിനാഥൻ അവിടെ കണ്ടിന്യൂ ചെയ്താലും സൂര്യനും ചൊവ്വയും ശുക്രനും നിങ്ങളുടെ 4-ാം ഭാവത്തിൽ വരുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് കുറച്ച് പല കാര്യങ്ങളും ഈസ് ഔട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് കുറച്ച് മൗഢ്യം കുറഞ്ഞതായിട്ട് ഈ മാസം പകുതിക്ക് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളെ പല കാര്യത്തിൽ നിന്നും അവോയ്ഡ് ചെയ്തിരുന്നത് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങും. നിങ്ങളുടെ ടീം അംഗങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വ്യാഴൻ ഈ മാസത്തിൻ്റെ 6-ാം തീയതി നിങ്ങളുടെ 11-ാം ഭാവമായ കർക്കിടകത്തിൽ നിന്ന് 10-ാം ഭാവമായ മിഥുനത്തിലേക്ക് വക്രഗതിയിൽ ഗോചരം ചെയ്യും. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ ഉച്ചനായിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരുന്നു. 10-ാം ഭാവത്തിലേക്ക് പോകുന്ന വ്യാഴൻ നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും വളരെയധികം ചെയ്യുന്നില്ലെങ്കിലും 11-ാം ഭാവത്തിൻ്റെ അത്ര ഗുണങ്ങൾ ചെയ്യുകയില്ല. പക്ഷേ കർമ്മരംഗത്ത് നിങ്ങൾക്ക് ആനുകൂല്യം വ്യാഴൻ കൊണ്ടുവരുന്നതാണ്. ഗുരു അല്ലെങ്കിൽ വ്യാഴൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാവുന്നതാണ്. സൂര്യൻ 16-ാം തീയതി നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഈ വ്യാഴത്തിൻ്റെ ഗോചരവുമായിട്ട് നോക്കുമ്പോൾ അതും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യാഴൻ്റെ ദൃഷ്ടിയും നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് വീഴും, അതും നല്ലതാണ് നിങ്ങൾക്ക്. രാഹു 6-ാം ഭാവത്തിലും കേതു 12-ാം ഭാവത്തിലുമാണ്, നല്ലതാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം പോകും. ആരോഗ്യ കാര്യങ്ങളിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലോണൊക്കെ അപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും, അത് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികളാണെങ്കിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാസമാണ്. കൂടുതൽ എഫേർട്സ് ഇടേണ്ടതാണ്. നിങ്ങൾ ഒരു 150% അല്ലെങ്കിൽ 200% എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് 100% റിസൾട്ട്സ് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നത്, നിങ്ങൾ എന്താണ് പഠിച്ച് നിങ്ങൾ വൈവ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ജീവിത പങ്കാളി അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുമായിട്ട് സ്വരച്ചേർച്ചകൾ വരാവുന്നതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈഗോ വരാതെ ശ്രദ്ധിക്കുക, വഴക്കുകൾ വരാതെ അവിടെ ശ്രദ്ധിക്കുക. ഒന്ന് ലായിലോ ചെയ്യൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ വരികയുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ പകുതി വരെ ചലഞ്ചസ് ഉണ്ട്. പകുതിക്ക് ശേഷം നല്ലതാണ്. പല കാര്യങ്ങളും കർമ്മരംഗത്ത് നല്ലതാണ്. കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എസ്പെഷ്യലി പകുതി വരെ രംഗത്തൊക്കെ നിങ്ങൾ ഇമെയിൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബോസുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഈ മാസം പകുതിക്ക് ശേഷം ആനുകൂല്യങ്ങൾ വളരെയധികം നല്ലതാണ്. വ്യാഴൻ 10ലേക്ക് പോകുന്നതും കർമ്മരംഗത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ വരികയുള്ളൂ. ആരോഗ്യരംഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
വിദ്യാർത്ഥികൾ എഫേർട്സ് കൂടുതൽ ഇടേണ്ടതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഈഗോ കൊണ്ടുവരരുത്. അതേപോലെ തന്നെ ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള സ്വരച്ചേർച്ചകൾ കുറച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡിസംബർ 2005 നിങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനനജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. തുലാ കൂറ് അല്ലെങ്കിൽ തുലാ ലഗ്നക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ 3, 4, ചോതിയുടെ എല്ലാ പാദങ്ങളും, വിശാഖം ആദ്യത്തെ 3, 1, 2, 3 പാദങ്ങളാണ് തുലാ കൂറിൽ വരുന്നത്. തുലാക്കൂറിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ ഈ മാസം 21-ാം തീയതി വരെ നിങ്ങളുടെ 2ാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. വളരെയധികം നല്ലതാണ്. കുടുംബം, വാക്ക്, ധനം എന്നിവയാണ് 2ാം ഭാവം കുറിക്കുന്നത്. വൃശ്ചികത്തിൽ നിൽക്കുകയാണ് ശുക്രൻ. 21-ാം തീയതി നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യം കുറയുന്നതാണ്. പക്ഷേ ആ 21-ാം തീയതി വരെ വളരെയധികം നല്ലതാണ്. വേറെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴൻ നിങ്ങളുടെ 10ാം ഭാവത്തിൽ നിന്ന് ഡിസംബർ 6-ാം തീയതി വക്രഗതിയിൽ നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുകയാണ്. 9-ൽ ഗുരു നിൽക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുക. 9-ൽ നിൽക്കുന്ന ഗുരു നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകും എന്നാണ് സങ്കല്പം. അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ രാശിനാഥൻ നിങ്ങളുടെ ധനസ്ഥാനത്ത്, കുടുംബസ്ഥാനത്ത് നിൽക്കുന്നത് വളരെയധികം ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. പണവരവ്, അതുപോലെ തന്നെ കുടുംബത്തിൽ ആയുരാരോഗ്യ ക്ഷേമങ്ങൾ നിലനിൽക്കുക, സൽക്കർമ്മങ്ങൾ നടക്കുക, അതേപോലെ തന്നെ സന്തോഷം, ഇതൊക്കെ നിലനിൽക്കുക എന്നിവ നിങ്ങളുടെ രാശിനാഥൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സാധിക്കുന്നതാണ്. ഗുരു 9-ൽ വരുന്നത് ഇത് ഒന്ന് 10 മടങ്ങാവുമ്പോൾ എങ്ങനെയാ സ്ഥിതി, അതുപോലെയാണ് കാണുന്നത്. സൂര്യനും അതേപോലെ തന്നെ ബുധനും ചൊവ്വയും ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിൽക്കും. ചൊവ്വ 7-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് പോവുകയാണെങ്കിലും സൂര്യൻ 16-ാം തീയതി വരെ നിങ്ങളുടെ 2ാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇത് നിങ്ങളുടെ കർമ്മരംഗത്തു നിന്നുള്ള ആനുകൂല്യം വളരെയധികം വർദ്ധിപ്പിക്കും. പണവരവ്, ഇൻക്രിമെൻറ്റ്, അതേപോലെ തന്നെ ബോണസ്, ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തെങ്കിലും പ്രൊമോഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ടീം അംഗങ്ങൾ, നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ, ഇവരൊക്കെ നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങളില്ലാതെ ഈ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഈ സമയം. 16-ാം തീയതി വരെ വളരെ നല്ലതാണ്. 16-ാം തീയതിക്ക് ശേഷം കുറച്ച് മന്ദത അനുഭവപ്പെടുമെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങൾ നല്ലതായിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകും. വിദ്യാർത്ഥികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുന്ന ബുധൻ 8-ാം തീയതി നിങ്ങളുടെ 2ാം ഭാവത്തിൽ വരികയും 30-ാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല സമയമാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസം നടത്തുന്നവർ, എൻജിനീയറിംഗ്, മെഡിക്കൽ എന്നിവ ചെയ്യുന്നവർ ഈ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ആനുകൂല്യം മാത്രമേ വരികയുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. കേതു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 10-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ കുറച്ച് ചിന്ത വരുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നും കൊണ്ടുവരികയില്ല, നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയേ ഉള്ളൂ. രാഹു 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ വീട്, വാഹനം എന്നിവയൊക്കെ പുതുക്കി മേടിച്ച് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത്
വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങളെ ആറാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ആറാം ഭാവത്തിൽ നിങ്ങൾക്ക് ഋണുരോഗസ്ഥാനത്ത് മറവ് സ്ഥാനത്ത് ശനി നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെങ്കിലും അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. രാഹു 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പൂർവ്വപുണ്യ സ്ഥാനമായ 5-ാം ഭാവത്ത് രാഹു നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. അപ്രതീക്ഷിതമായ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തുലാം രാശി അല്ലെങ്കിൽ തുലാ ലഗ്നക്കാർക്ക് വളരെയധികം നല്ല ഒരു സമയമാണ്, വളരെയധികം പോസിറ്റീവായ ഒരു സമയമാണ്. ഗുരു 9ലേക്ക് തിരിച്ചു വരികയാണ്. അതേപോലെ തന്നെ ശുക്രൻ 2-ൽ തന്നെ നിൽക്കുകയാണ് 21-ാം തീയതി വരെ. കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കാൻ ചാൻസ് ഉണ്ട്. സൊസൈറ്റിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങളുടെ കർമ്മരംഗത്ത് ഉയർച്ചകൾ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല സമയമാണ് 2025 ഡിസംബർ എന്ന് പറയുന്നത്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന് ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനന ജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. വൃശ്ചികക്കൂറ് അല്ലെങ്കിൽ വൃശ്ചികം ലഗ്നക്കാർക്ക് 2025 ഡിസംബർ എങ്ങനെയാണെന്ന് നോക്കാം. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. വൃശ്ചികക്കൂറിൻ്റെ രാശിനാഥൻ ചൊവ്വയാണ്. ഈ മാസം 7-ാം തീയതി വരെ ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയിൽ തന്നെ നിൽക്കുകയാണ്. അത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന എല്ലാ പവറുകളും ചൊവ്വയ്ക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം 7-ാം തീയതി ചൊവ്വ നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അത് കാരണം ചൊവ്വയിൽ നിന്നുള്ള പൂർണ്ണ ആനുകൂല്യം ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക്, വൃശ്ചികക്കൂറുകാർക്ക് 2-ാം ഭാവമായ ധനം, വാക്ക്, കുടുംബസ്ഥാനത്തേക്ക് ചൊവ്വ വരുന്നത് വളരെ നല്ലത് തന്നെയാണ്. രാശിനാഥൻ അവിടെ നിൽക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും പണവരവും അതേപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളിൽ കൃത്യമായ ദൃഢത വരുന്നതിലും നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. ചൊവ്വയുടെ കൂടെ സൂര്യനും ശുക്രനും നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുകയാണ്. സൂര്യൻ 16-ാം തീയതി നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്കും ശുക്രൻ 21-ാം തീയതി നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്കും മാറും. ഇത് രണ്ടും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. കർമ്മരംഗത്ത് നിങ്ങൾ വളരെയധികം ശോഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാനുള്ള സമയമാണ് ഇത്. അതേപോലെ തന്നെ വളരെയധികം ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ലക്ഷറി വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം കൂടുതലായിരിക്കും. ബ്രാൻഡഡ് ഡ്രസ്സ് മേടിക്കുക, ബ്രാൻഡഡ് ഷൂ മേടിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൂടുതൽ ചെലുത്തും. അതേപോലെ തന്നെ നിങ്ങളുടെ ബാഹികമായ രൂപം, അതായത് നിങ്ങൾക്ക് മേക്കപ്പ്, പെർഫ്യൂം ഇതുപോലുള്ള കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് ഈ സമയത്ത് കൂടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. രാഹു നിങ്ങളുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ വരവുകൾ നിങ്ങളുടെ മാതാവിൽ നിന്നും അതുപോലെ തന്നെ മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് വരാവുന്നതാണ്. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് അത്ര ദോഷകരമല്ല. പൂർവ്വപുണ്യത്തിൽ ശനി നിൽക്കുകയാണ്. ഒരേ ഒരു ചലഞ്ച് വരുന്നത് ഈ മാസം 6-ാം തീയതി വ്യാഴൻ നിങ്ങളുടെ 9-ാം ഭാവത്തിൽ നിന്ന് 8-ാം ഭാവമായ മിഥുനത്തിലേക്ക് ഗോചരം ചെയ്യുകയാണ്. അഷ്ടമ വ്യാഴനാണ്. അത് നിങ്ങളുടെ ചിന്തകൾ കൂട്ടുന്നതാണ്, ഓവർ തിങ്കിങ് വരുന്നതാണ്. അത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്, വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതൊന്ന് നോക്കിക്കൊള്ളുക. പക്ഷേ ഈ മാസം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നല്ല ഗ്രഹങ്ങളും നിങ്ങളുടെ സ്വന്തം രാശിയിൽ, നിങ്ങളുടെ രാശിനാഥൻ ഉൾപ്പെടെ സ്വന്തം രാശിയിൽ അല്ലെങ്കിൽ 2-ാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരികയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് ഈ മാസം തുടക്കത്തിൽ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ 8-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ സ്വന്തം രാശിയിൽ 30-ാം തീയതി വരെ സഞ്ചരിക്കും. 30-ാം തീയതി നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് പോകും.
വിദേശത്ത് നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വരാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ മാസം ആദ്യത്തെ ആഴ്ച തന്നെ അത് കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക. അതെന്തെങ്കിലും ഫോം ഫില്ലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാനാണെങ്കിൽ ഈ മാസം ആദ്യത്തെ ആഴ്ച തന്നെ ലഭിക്കാൻ നിങ്ങൾ കൃത്യമായി മൂവ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരുന്നത് ആനുകൂല്യം തന്നെയാണ്. നിങ്ങൾക്ക് പഠിത്ത വിഷയത്തിൽ നല്ലത് മാത്രമേ വരികയുള്ളൂ. വൃശ്ചികക്കൂറ് അല്ലെങ്കിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് ഡിസംബർ 2025 എന്നുള്ളത് ഒരു 60 മുതൽ 70% വരെ ആനുകൂല്യമാണ് കാണുന്നത്. വ്യാഴൻ അഷ്ടമത്തിൽ മറയുന്നത് കുറച്ച് തടസ്സങ്ങൾ കൊണ്ടുവരുമെങ്കിലും, ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുവരുമെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങൾ വളരെയധികം നല്ല പൊസിഷനിലാണ്. ഇത് കാരണം നിങ്ങൾക്ക് സുഗമമായി ഈ മാസം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനന ജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. ധനുക്കൂറ് അല്ലെങ്കിൽ ധനു ലഗ്നക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. മൂലം, പൂരാടം എന്നീ നക്ഷത്രങ്ങളുടെ എല്ലാ പാദങ്ങളും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും അടങ്ങുന്നതാണ് ധനുക്കൂർ. ധനുക്കൂറിൻ്റെ രാശിനാഥൻ വ്യാഴനാണ്. വ്യാഴൻ കഴിഞ്ഞ 1.5 മാസമായിട്ട് നിങ്ങളുടെ 8ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഡിസംബർ 6-ാം തീയതി വ്യാഴൻ വക്രഗതിയിൽ ഗോചരം ചെയ്ത് നിങ്ങളുടെ 7ാം ഭാവമായ മിഥുനത്തിലേക്ക് വരുന്നതാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴൻ നിങ്ങൾക്ക് കുറച്ച് കഷ്ടതകൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം. ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള കഷ്ടതകളെല്ലാം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടാവാം. ഇതൊക്കെ ഇപ്പം മാറി നിങ്ങൾക്ക് ഈ മാസം 6-ാം തീയതി മുതൽ നല്ലത് വരുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള സ്വരച്ചേർച്ചകളൊക്കെ മാറി നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സംതൃപ്തിയും വരുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൂടുതൽ ഉന്നതിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കുറച്ച് ചലഞ്ചസ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, അതേപോലെ തന്നെ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നതാണ്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ 7-ാം തീയതി ആവുമ്പോൾ ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് വരുന്നത് നല്ലതിനാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും, ആത്മവിശ്വാസം കൂടും. അതേപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് ദൃഢത വരും. നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ റൈറ്റ് ഡയറക്ഷനിലായിരിക്കും, നല്ല മാർഗത്തിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങളുടെ വില ഉയരുന്നതാണ്, കുടുംബത്തിലും. സൂര്യൻ 16-ാം തീയതി നിങ്ങളുടെ സ്വന്തം രാശിയിൽ 12-ാം ഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അത് നിങ്ങളുടെ കർമ്മരംഗത്ത് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റായിരിക്കും കൊണ്ടുവരുന്നത്. കുറച്ച് നാളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു പ്രൊജക്റ്റ്, ഇതൊക്കെ ഈ സമയം നിങ്ങൾക്ക് കൈവരുന്നതാണ്. നിങ്ങളുടെ മാനേജറിൽ നിന്നുള്ള അപ്രീസിയേഷൻ, നിങ്ങളുടെ ടീമിൽ നിന്നുള്ള ഫുൾ റെസ്പെക്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് 16-ാം തീയതിക്ക് ശേഷം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 21-ാം തീയതിക്ക് ശേഷം ശുക്രൻ നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരുന്നത് ഭാഗ്യം കൂടെ കൊണ്ടുവരുന്നതാണ്. കർമ്മരംഗത്തായാലും നിങ്ങളുടെ കുടുംബത്തായാലും നല്ല കർമ്മങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും 21-ാം തീയതിക്ക് ശേഷം. 21-ാം തീയതി വരെ ശുക്രൻ നിങ്ങളുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. ദീർഘദൂര യാത്രകൾ ഫലവത്താവും. വിദേശത്ത് നിന്നുള്ള പണവരവ് കൃത്യമായി നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ നിങ്ങളുടെ 11-ാം ഭാവത്തിൽ നിൽക്കുകയും പിന്നീട്
12ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുകയും ചെയ്യുകയാണ്. 30-ാം തീയതി വരെ നിങ്ങളുടെ 12ാം ഭാവത്തിൽ തന്നെയായിരിക്കും ബുധൻ. ഇത് വളരെയധികം മനക്ലേശം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഉറക്കമില്ലായ്മ വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക്. അത് കാരണം ഉറക്കമിളച്ച് പഠിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എഫേർട്സ് കൂടുതലിടണം. 200% എഫേർട്സ് ഇട്ടാൽ മാത്രമേ ഒരു 100% ഫലം കിട്ടുകയുള്ളൂ. പക്ഷേ വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള എൻട്രൻസ് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. ലോൺ കിട്ടി ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശനി നിങ്ങളുടെ അർദ്ധാഷ്ടമ സ്ഥാനമായ 4-ൽ നിൽക്കുകയാണ്. അത് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുറച്ച് കൂടുതലായിരിക്കും. അറുതി വരുന്നില്ല, അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണ്. രാഹു 3-ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. മൊത്തത്തിൽ ഡിസംബർ 2025 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴൻ 7-ൽ വരുന്നത് നല്ലതാണ്. കുടുംബത്തിൽ കുറച്ച് സന്തോഷവും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക്, പങ്കാളിത്ത രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതുമാണ്. ഈ മാസത്തിൻ്റെ പകുതിയോടെ നിങ്ങളുടെ കർമ്മരംഗത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. 21-ാം തീയതിക്ക് ശേഷം ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിദേശത്ത് പോയി പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. നിങ്ങളിപ്പോൾ കൃത്യമായി കരുക്കൾ മുന്നോട്ട് നീക്കുക. ഇത് നിങ്ങൾക്ക് ഫലവത്തായി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഫേർട്സ് ഇടേണ്ടി വരും. വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കേണ്ടി വരും. ഉറക്കം വിളിച്ച് പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇത് ഈ മാസം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 60% നിങ്ങൾക്ക് ചലഞ്ചസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ൽ പല ഗ്രഹങ്ങളും മറഞ്ഞു നിൽക്കുകയാണ് ഓൾമോസ്റ്റ് പകുതി വരെ. അത് കാരണം 60% ചലഞ്ചസ് ആണ് കാണുന്നത്. പക്ഷേ പകുതിക്ക് ശേഷം നല്ലതായതിനാൽ ഈ മാസം നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനന ജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. മകരക്കൂറ് അല്ലെങ്കിൽ മകരം ലഗ്നക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണത്തിൻ്റെ എല്ലാ പാദങ്ങളും, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ, ഇവ അടങ്ങിയതാണ് മകരക്കൂറ് എന്ന് പറയുന്നത്. മകരക്കൂറിൻ്റെ രാശിനാഥൻ ശനിയാണ്. ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ ശനി നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 3-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നല്ലതാണ്. ധൈര്യവീര്യ സ്ഥാനം എന്നാണ് 3-ാം ഭാവത്തിന് പറയുക. അവിടെ ഒരു പാപഗ്രഹമായ ശനി നിൽക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ഈ മാസം ചലഞ്ചസ് കൂടുതലായിട്ടാണ് കാണുന്നത്. വ്യാഴൻ നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് വ്യാഴൻ അവിടെ തന്നെ ആയിരുന്നു. ഡിസംബർ മാസം 6-ാം തീയതി വ്യാഴൻ വക്രഗതിയിൽ നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് വരികയാണ്. 6-ാം ഭാവമായ മറവ് സ്ഥാനത്തിലേക്ക് ഒരു ശുഭഗ്രഹമായ വ്യാഴൻ വരുന്നത് അത്ര നല്ലതല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മാറുമെങ്കിലും വ്യാഴൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് മുഴുവനായി ലഭിക്കുകയില്ല. അത് നിങ്ങൾ ഒന്ന് കൃത്യമായി നോക്കേണ്ടതാണ്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങളുടെ 11-ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അത് നല്ലതാണ്. പക്ഷേ 7-ാം തീയതി ആകുമ്പോൾ ചൊവ്വ നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യും.
16-ാം തീയതി സൂര്യൻ അവിടെ തന്നെ വരും 12-ാം ഭാവത്തിലേക്ക്. 21-ാം തീയതി ശുക്രനും അവരുടെ കൂടെ ചേരും. അപ്പോൾ പടിപടിയായിട്ട് ചലഞ്ചസ് നിങ്ങൾക്ക് കൂടും. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ നിങ്ങളുടെ 12-ാം സ്ഥാനമായ മറവ് സ്ഥാനത്ത് വിരയസ്ഥാനത്ത് വരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഈ മാസത്തിൻ്റെ തുടക്കം നല്ലതാണെങ്കിലും വ്യാഴൻ നിങ്ങളുടെ 6-ാം തീയതി വ്യാഴൻ നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് പോകും. 7-ാം തീയതി ചൊവ്വ നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് പോകും. 16-ാം തീയതി സൂര്യൻ 12-ാം ഭാവത്തിലേക്ക് പോകും. 21-ാം തീയതി ശുക്രൻ പോകും. പടിയായിട്ട് ചലഞ്ചസ് കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് സ്വന്തം ഇതിൽ കോൺഫിഡൻസ് കുറയുക, കർമ്മരംഗത്ത് തടസ്സങ്ങൾ വന്നു ചേരുക, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായി വന്നു ചേരുക, വാക്കുകൾ ദൃഢതയില്ലാതാവുക, അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും സൊസൈറ്റിയിലും നിങ്ങളുടെ ഔന്നത്യം അല്ലെങ്കിൽ പേര് കുറച്ച് കളങ്കപ്പെടുക. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തു നിന്നുള്ള പണവരവ് അല്ലെങ്കിൽ ആനുകൂല്യം ഈ മാസം പകുതിക്ക് ശേഷം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ വിദേശത്ത് പോയി ഒരു ജോലി തേടാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള പണവരവുകൾ അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾ, ഇതൊക്കെ ഈ മാസം പകുതിക്ക് ശേഷം നല്ലതിനായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉറക്കമില്ലായ്മ വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളത് കാരണം മെഡിറ്റേഷൻ മുതലായവ പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ ഉറക്കമില്ലായ്മ നിങ്ങൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. ഈ മാസത്തിൻ്റെ തുടക്കം 8-ാം തീയതി വരെ ബുധൻ നിങ്ങളുടെ 10-ാം ഭാവത്തിൽ നിൽക്കുകയും അതിനുശേഷം 30-ാം തീയതി വരെ നിങ്ങളുടെ ലാഭസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല സമയമാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നിവയാണെങ്കിൽ നിങ്ങളുടെ ഈ വർഷ പരീക്ഷകളെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. റിസൾട്ട്സ് കാത്തു നിൽക്കുന്നവർക്ക് നല്ല റിസൾട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് എഫേർട്സിൽ കൂടുതൽ റിസൾട്ട്സ് നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുമുണ്ട്. നിങ്ങൾക്ക് ലോൺ എടുത്ത് പഠിക്കാനും അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കാൻ ഇതൊക്കെ അപ്രൂവൽ കിട്ടാൻ കുറച്ച് കാലതാമസം വരുന്നതാണ് ഈ സമയത്ത്. അതൊന്ന് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ശനി നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് മാത്രമാണ് നല്ലതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ അത് മാത്രമാണ് നിങ്ങളുടെ രാശിനാഥനായ ശനി ആനുകൂല്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. മകര കൂറുകാർക്ക് അല്ലെങ്കിൽ മകര ലഗ്നക്കാർക്ക് ഡിസംബർ 2025 ഒരു 70% ചലഞ്ചസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ലോ ചെയ്തേ പറ്റുകയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്. ബാക്കി കർമ്മരംഗത്തായാലും കുടുംബത്തിലായാലും അതേപോലെ തന്നെ ആരോഗ്യരംഗത്തായാലും നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കൂടുതലാണ്. നിങ്ങളൊന്ന് അതൊക്കെ ശ്രദ്ധിച്ച് ഒന്ന് എക്സസൈസ് ചെയ്ത് അതേപോലെ തന്നെ ദൈവവിചാരം കൂട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന് ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനനജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. കുംഭക്കൂറുകാർക്ക്, കുംഭലഗ്നക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം എല്ലാ പാദങ്ങളും, പുരൂരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങിയതാണ് കുംഭക്കൂർ. നിങ്ങളുടെ രാശിനാഥൻ ശനിയാണ്. ശനി ഇപ്പോൾ മീനത്തിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ 2-ാം ഭാവത്തിൽ. നിങ്ങളുടെ 7ര ശനിയുടെ അവസാനത്തെ ഫേസാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രാശിനാഥൻ ശനിയാണെങ്കിലും 7ര ശനി നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടാവാം.
നിങ്ങളുടെ കർമ്മരംഗത്തായാലും ആരോഗ്യത്തിലായാലും കുടുംബത്തിലായാലും ഒക്കെ ചലഞ്ചസ് വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ കുറച്ച് ഈസ്ഡ് ഔട്ടാണ്, ചലഞ്ചസ് കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ് നിങ്ങൾ കാണാൻ സാധിക്കുക. ഈ മാസം പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെയധികം നല്ല സമയമായിട്ടാണ് കാണുന്നത്. ശനിയുടെ ചലഞ്ചസ് ഉണ്ടെങ്കിലും വ്യാഴൻ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് ഈ ഡിസംബർ 6-ാം തീയതി ഗോചരം ചെയ്തു വരുന്നതാണ്. നിങ്ങളുടെ 6-ാം ഭാവത്തിലായിരുന്നു. ഡിസംബർ 6-ാം തീയതി ആവുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ മിഥുനത്തിലേക്ക് വരുന്നതാണ്. പൂർവ്വ പുണ്യത്തിലേക്ക് വ്യാഴൻ വരുന്നത് വളരെയധികം നല്ലതാണ്. പിതൃക്കളിൽ നിന്നുള്ള ആനുകൂല്യം, അതേപോലെ തന്നെ മുജ്ജന്മ സുഹൃത്തത്തിൻ്റെ പൂർണ്ണമായ ഫലം, ഇതൊക്കെ വ്യാഴൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. സൂര്യൻ, ചൊവ്വ, ശുക്രൻ എന്നിവർ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്. കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കാനുള്ള സമയമാണ് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ. 7-ാം തീയതി ആകുമ്പോൾ ചൊവ്വ നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് മൂവ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. 16-ാം തീയതി, 21-ാം തീയതി എന്നീ തീയതികളിൽ സൂര്യനും ശുക്രനും നിങ്ങളുടെ ലാഭസ്ഥാനത്തിലേക്ക് മാറുന്നതാണ്. കർമ്മരംഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ആംഡ് ഫോഴ്സസിലൊക്കെ ആണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് കൃത്യമായി ഗവൺമെൻറ് അംഗീകാരവും അതേപോലെ തന്നെ മേലധികാരികളിൽ നിന്നുള്ള അപ്രീസിയേഷനും പ്രൊമോഷൻ, ബോണസ്, കുറച്ച് നാളായി ശ്രമിച്ചു കൊണ്ടിരുന്ന സ്ഥലം മാറ്റം, ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പോലീസ്, പട്ടാളം എന്നീ ഇതിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കാൻ സാധിക്കും ഈ സമയത്ത്. ഈ മാസം പകുതിക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ച് നാളായി പെൻഡിങ്ങിലിരുന്ന പ്രൊമോഷൻ, ബോണസ്, ഇൻക്രിമെൻ്റ് ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പണവരവുണ്ട്, ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത്. വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിൻ്റെ തുടക്കം ഭാഗ്യത്തോടെയാണ്. അതിനുശേഷം ബുധൻ 8-ാം തീയതിയോടെ നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് 10ാം ഭാവത്തിലേക്ക് വന്നു ചേരുന്നതാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല സമയമാണ് ഈ മാസം മുഴുവനും. പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട്സ് ഈ സമയം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. പരീക്ഷാ സമയമാണെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് കൃത്യമായി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും സാധിക്കും. കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ ശനിയുടെ ചലഞ്ചസ് കുറച്ചുണ്ട്. ആരോഗ്യരംഗത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് മുക്തി നേടിയിട്ടില്ല. എന്നിരുന്നാലും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വളരെ നല്ല പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ രാശിയിൽ തന്നെ, നിങ്ങളുടെ കൂറിൽ തന്നെ രാഹു നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് മനക്ലേശം കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ വഴക്കുകൾ മാത്രമേ ഉള്ളൂ. സൗന്ദര്യ പിണക്കങ്ങൾ അത് വലിയ കാര്യമാക്കേണ്ടതില്ല. ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നതും കേതു 6-ാം ഭാവത്തിൽ നിൽക്കുന്നതും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ കൂടുതലുണ്ടാവും. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ആ രോഗം എങ്ങനെ വരാതിരിക്കാൻ സാധിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഡയറ്റ് എന്താണ് കൺട്രോൾ ചെയ്യേണ്ടത്, എനിക്ക് ഡയബറ്റീസ് ഉണ്ടല്ലോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് എപ്പോഴും ആരോഗ്യത്തിനെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാവും. അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ശനി അടുത്ത ഗോചരം 2027 നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മാറി 7.5 ശനിയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി മുക്തി നേടുന്നതാണ്. ഈ സമയം നിങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വളരെയധികം നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും ആനുകൂല്യമായിട്ടാണ് നിൽക്കുന്നത്. കുടുംബത്തിൽ സർവൈശ്വര്യങ്ങളും വരുന്നതാണ്. മക്കളിൽ നിന്ന് എല്ലാ പൂർണ്ണമായ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മക്കളുടെ കല്യാണം, അതേപോലെ തന്നെ മക്കളുടെ പഠിത്ത വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്ത് ഏറ്റവും നല്ല സമയമാണ്. ലാഭം, പണവരവ്, അപ്രീസിയേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക്, എസ്പെഷ്യലി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ലതാണ്. 60-70% പോസിറ്റീവായിട്ടാണ് കുംഭം കൂറുകാർക്ക്, കുംഭലഗ്നക്കാർക്ക് ഡിസംബർ 2025 കാണുന്നത്. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന
കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനനജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം. മീനക്കൂറ് അല്ലെങ്കിൽ മീനം ലഗ്നക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളുടെ എല്ലാ പാദങ്ങളും അടങ്ങിയതാണ് മീനക്കൂറ്. മീനക്കൂറിൻ്റെ രാശ്യാധിപൻ വ്യാഴനാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് വ്യാഴൻ നിങ്ങളുടെ 5ാം ഭാവത്തിൽ ആയിരുന്നു, കർക്കിടകത്തിൽ. ഡിസംബർ 6-ാം തീയതി വക്രഗതിയിൽ വ്യാഴൻ സഞ്ചരിച്ച് നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് വരികയാണ്. വീട്, വാഹനം, അമ്മ എന്നിവയെ കുറിക്കുന്നതാണ് 4ാം ഭാവം. അവിടെ നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴൻ നിൽക്കുന്നത് ഉത്തമം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും വരുന്നതാണ്. പുതിയ വീട് മേടിക്കാനുള്ള സാധ്യതകളുണ്ട്, വാഹനം പുതിയത് മേടിക്കാനുള്ള സാധ്യതയുണ്ട്, അമ്മയുടെ ആരോഗ്യം, അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ചലഞ്ചസ് മാക്സിമം വരുന്നത് നിങ്ങളുടെ 7.5 ശനി നടക്കുന്നതിനാലാണ്. 7.5 ശനിയുടെ 2ാമത്തെ ഫേസാണ്, 2ാമത്തെ 2.5 വർഷമാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ജന്മശനി നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് ശനി നിൽക്കുന്നത്. അത് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇത് കുറച്ചു കാലം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത ശനിയുടെ ഗോചരം വരെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഡിസംബർ 25 എന്നുള്ള ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അത്യുത്തമമായ പൊസിഷനിലാണ് നിൽക്കുന്നത്. സൂര്യൻ, ചൊവ്വ, ശുക്രൻ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇവർ മൂവരും നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9-ൽ നിൽക്കുകയാണ്. 7-ാം തീയതി ആകുമ്പോൾ ചൊവ്വ നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലേക്കും, സൂര്യൻ 16-ാം തീയതിയും ശുക്രൻ 21-ാം തീയതിയും അവിടെ തന്നെ വരുന്നതാണ് 10ാം ഭാവത്തിലേക്ക്. നിങ്ങളുടെ ഭാഗ്യം വളരെയധികം ഉന്നതിയിലായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വളർച്ച നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഒരു ആംഡ് ഫോഴ്സസ്, അതായത് പോലീസ് അല്ലെങ്കിൽ പട്ടാളം, ആർമി, നേവി ഇങ്ങനെയുള്ള ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അംഗീകാരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ ഏത് ജോലിയിലാണെങ്കിലും മേലധികാരികളിൽ നിന്നുള്ള ആനുകൂല്യം ഈ സമയത്ത് വരുന്നതാണ്. നിങ്ങളുടെ ടീം അംഗങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ ഏറ്റവും അധികം അംഗീകരിക്കാനുള്ള സമയം ഈ സമയത്താണ്. എല്ലാവരും നിങ്ങളെ ആയിരിക്കും ഉറ്റുനോക്കുന്നത്. എവ്രിബഡി വിൽ ലുക്ക് അപ്പ് ടു യു എന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും ഈ സമയം. വിദ്യാർത്ഥികൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസത്തിൻ്റെ തുടക്കം ബുധൻ 8ാം ഭാവത്തിലാണെങ്കിലും 8-ാം തീയതി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. ഭാഗ്യസ്ഥാനത്ത് 9-ാം ഭാവത്തിൽ ബുധൻ 30-ാം തീയതി വരെ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾ എല്ലാം ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ പഠിത്ത വിഷയങ്ങൾ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലികൾക്ക്, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ളത്, പുതിയ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് വേറെ തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ സമയം വരാനില്ല. ഗുരുവിൻ്റെ കാര്യം പറഞ്ഞു, ഗുരു എന്ന വ്യാഴത്തിൻ്റെ കാര്യം പറഞ്ഞു, 4-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അമ്മയുടെ ആരോഗ്യമൊക്കെ വളരെയധികം മെച്ചപ്പെടും. വീട്ടിൽ സന്തോഷം നിലനിൽക്കും. ഈ സമയത്ത് പുതിയ വീടൊക്കെ മേടിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പോയിട്ട് അത് പേപ്പറിൽ സൈൻ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. രാഹു നിങ്ങളുടെ 12-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് നല്ലത് തന്നെയാണ്. മറഞ്ഞു നിൽക്കുന്ന രാഹു നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. കേതുവും നിങ്ങളുടെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് മറഞ്ഞു നിൽക്കുകയാണ്. അതും നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീനക്കൂറുകാർക്ക് അല്ലെങ്കിൽ മീന ലഗ്നക്കാർക്ക് ഡിസംബർ 2025 ഏഴര ശനിയുടെ ചലഞ്ചസ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ അത്യുത്തമമായതിനാൽ 60% വരെ നിങ്ങൾക്ക് ആനുകൂല്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കർമ്മരംഗത്ത് വിദ്യാർത്ഥികൾക്ക്, അതേപോലെ തന്നെ വീട് എന്നിവയൊക്കെ നിങ്ങൾക്ക് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. ഈ മാസം നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ചാനലിലൂടെ നടത്തുന്ന ഒരു ചെറിയൊരു കോൺടെസ്റ്റിനെ പറ്റി മുമ്പ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ നക്ഷത്രം എന്താണ്, കൂർ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻറ്റുകളിൽ നിന്ന്, ഏത് കൂറുകാരുടെയാണോ ആ കമൻറ്റുകളിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് 2026 നിങ്ങളുടെ ജനനജാതകത്തിൻ്റെ പൂർണ്ണമായ അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ സെഷൻ ഫ്രീ ആയി ലഭിക്കുന്നതാണ്. മറക്കണ്ട, നിങ്ങളുടെ നക്ഷത്രവും കൂറുമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.